ഹലോ ചുട്ടുമണികളെ, നമ്മൾ കുറെ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് അത് തന്നെ ഇരിക്കട്ടെ. ഇന്ന് ഇച്ചിരി ബിസി ഷെഡ്യൂളാണ്. എനിക്ക് ബിസി ഷെഡ്യൂളായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല. എനിക്ക് അതിന്റെ വിശപ്പുണ്ട്. പൈസ വേണമല്ലോ ആഹാരം തിന്നണമെങ്കിൽ. പിന്നെ ഞാൻ കുളിക്കാൻ പോണോണ്ട് കഴുത്തിലുള്ളത് അഴിച്ചു വെച്ചേക്കാണ്. ഇനി നമുക്ക് കുളിക്കാം. വീഡിയോ എടുക്കുന്ന സമയത്ത് ഓരോ കോപ്രായം കാണിക്കും, എന്നിട്ട് വോയിസ് ഓവർ ചെയ്യണ സമയത്ത് ഞാൻ അതെന്തിനാണെന്ന് മറന്നു. ഈ പ്രശ്നം എൻ്റെ അത് മാത്രമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഈ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത് 11 മണിക്കാണ്. കാരണം ഞാൻ 11 മണിക്കാണ് ഉറക്കം എണീറ്റത്. അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ട് വീഡിയോ എടുത്തു. ഒരു ശ്രീപ്രസാദം എന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ ഐഡോളിന്റെ വീഡിയോ ആയിരുന്നു ഇന്ന് എടുക്കാനുണ്ടായിരുന്നത്. എൻ്റെ കഷ്ടപ്പാടിന്റെ അടയാളം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നുപോയി. ആ വീഡിയോയിലത്തേക്ക് കുറച്ച് അമ്പലത്തിന്റെ ക്ലിപ്സ് വേണമായിരുന്നു. പിന്നെ എൻ്റെ മാമനും മാമിയും പിന്നെ ലച്ചുവും ലുക്കും വന്നിട്ടുണ്ടായിരുന്നു. അന്നിടയ്ക്ക് ചിപ്പിയും വന്നിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാനേ വിട്ടുപോയി. എനിക്ക് ഈ ടോപ്പ് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞാൻ ഈ ടോപ്പ് മാറ്റും. അവർ വന്നപ്പോൾ ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഈ വ്ളോഗിൽ തിന്നണതൊക്കെ കാണിക്കാൻ മറന്നുപോയി. നമ്മൾ വൈകിട്ട് എന്തോ ചോറ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലച്ചുന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ചിപ്പി ഇരുന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ലുക്കു, അവർ ന്യൂ മെമ്പർ ഓഫ് ഫാമിലി. അല്ല, ഫാമിലിയിലെ പുതിയ മെമ്പർ. പുള്ളിക്കാരി പാല് പിടിച്ചിട്ട് എപ്പോഴും കിറങ്ങി കിടന്ന് ഉറങ്ങുകയാണ് പതിവ്. ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് റെയർ ടൈം അവളിങ്ങനെ ഉറക്കം എണ്ണിച്ച് കൈയും കാലും ഒക്കെ ഇട്ടിച്ച് ഡാൻസ് കളിക്കും. ഇപ്പൊ പുള്ളിക്കാരത്തി ഡാൻസ് കളിച്ചത് പവിഴമല്ലി പാട്ടിനായിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് സ്റ്റെപ്പിനും കൂടെയാണ് പുള്ളിക്കാരി ഡാൻസ് കളിച്ചത്. നമ്മളിപ്പം അമ്പലത്തില് ഒരു ജസ്റ്റ് അമ്പലത്തിന്റെ കുറച്ച് ക്ലിപ്പ് എടുക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ പോവാണ്. അടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ, ഇളംകുളം ക്ഷേത്രം. അപ്പം അവിടെ അങ്ങോട്ട് പോവാം. ഓക്കേ. അങ്ങനെ സമയം താമസിപ്പിക്കാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം നടന്നാണ് പോകുന്നത്. അപ്പൊ രാത്രിയാവും വീടെത്താൻ. ഇവിടെ നിന്ന് നടന്നു പോകണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഉണ്ട് അമ്പലത്തിലോട്ട്. വണ്ടി പോകണമെങ്കിൽ 5 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ പോയി വീഡിയോ എടുത്തു. വരുന്ന വഴിക്ക് ഈവിലയുടെ ഒരു ബ്രേസ്ലെറ്റും കൂടെ വാങ്ങിച്ചു. കണ്ണ് നന്നായിട്ട് കിട്ടണുണ്ടേ. അങ്ങനെ നമ്മൾ വീട്ടിനടുത്ത് ഉത്സവം ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ഇറങ്ങി. വൈദവ എവിടെ പോയി ഇറങ്ങിയാലും എൻ്റെ അമ്മ കലിപ്പാണ്. വീട്ടിലെ ഗുണ്ടിയാണ് ഗുണ്ടി. ഒരു വൈരാഗ്യ ഗ്രഹസ്ഥയാക്കിയത് എൻ്റെ പപ്പയാണ്. വീട്ടിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ നടന്നാണ് പോയത്. പിന്നെ വലിയ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഓരോ കപ്പലണ്ടി വാങ്ങിച്ചങ്ങ് കഴിച്ചു. ആൻഡ് ഈ ലൈറ്റ് ഇട്ട ബലൂൺ എൻ്റെ ജീവിതത്തിലെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഉത്സവം തുടങ്ങി. ഉത്സവമല്ല, ഘോഷയാത്ര. അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ പ്രൊണൗൺസിയേഷൻ. പക്ഷെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ നരകാസുരൻ്റെ വായിൽ നിന്ന് വെള്ളമൊക്കെ വരും. വെള്ളമല്ല, ഒരു പുക. പിന്നെ കുറേ ടൈപ്പ് ചെണ്ടമേളം ഉണ്ടായിരുന്നു. ലൈക്ക് വലിയ മറ്റേ നാസിക്കോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഗൊറില്ല ട്രൈ ടു സ്കെയർ മീ. ബട്ട് ആദ്യം പേടിച്ചെങ്കിലും എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ പിന്നെ പേടിച്ചില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞിറങ്ങി. അപ്പം നിങ്ങൾക്ക് ടാറ്റ ബൈ ബൈ സി യു. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്താൽ അത്രയും വലിയ ഉപകാരമായേ. അപ്പം സലാം.